സിജു കണ്ണൻ തുടരുന്നുണ്ട്. സിജു, ഈ 72 ദിവസത്തെ ഒരു കാത്തിരിപ്പാണ്. നമ്മൾ ഈ ജൂലൈ 16-ന് അർജുൻ കാണാതാവുന്നു, അർജുൻ്റെ ലോറി കാണാതാവുന്നു. ആ വിവരം വരുന്നത് നേരത്തെ സിജു പറഞ്ഞതുപോലെ 4 ദിവസത്തിന് ശേഷമാണ്. അന്നേരം മുതൽ മലയാളികളുടെ ശ്രദ്ധ ഈ ഷിരൂരിലേക്ക് പോവുകയാണ്. കേരളത്തിൽ നിന്നുള്ള എല്ലാ മാധ്യമങ്ങളും, വലുതും ചെറുതുമായ എല്ലാ മാധ്യമങ്ങളും അവിടേക്ക് പോവുകയാണ്. അവിടെ ഉള്ള ആൾക്കാർ പോലും ഈ തിരച്ചിൽ പ്രവർത്തനങ്ങളിൽ സജീവമാകുന്നതിന് മുമ്പ് തന്നെ കേരളത്തിലെ മാധ്യമങ്ങളും അതുപോലെ തന്നെ ലോറി ഉടമ മനാഫ് അടക്കമുള്ളവരും അർജുൻ്റെ ബന്ധുക്കളടക്കമുള്ളവരും അവിടെ എത്തി ഓരോ കാര്യങ്ങളിലും നമ്മളുടെ അഭിപ്രായങ്ങൾ പറയുകയും ഏത് രീതിയിൽ തിരച്ചിൽ വേണം എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരികയും എല്ലാം ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്കറിയാം. അതിനുശേഷമാണ് പിന്നീട് കർണാടക സർക്കാർ ഇക്കാര്യത്തിൽ സജീവമായി ഇടപെടുന്നത്. അതായത് നമ്മുടെ സംസ്ഥാന സർക്കാർ, മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഈ വിഷയത്തിൽ വളരെ സജീവമായി ഇടപെടുന്നു. അവിടെ തിരച്ചിൽ നടത്തണമെന്ന് കർണാടക മുഖ്യമന്ത്രിയോട് സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ആവശ്യപ്പെടുന്നു. അങ്ങനെ ഓരോ ഘട്ടത്തിലും ഈ തിരച്ചിലിന് വേണ്ടി സംസ്ഥാന സർക്കാരും ഈ നാട്ടിലെ മാധ്യമങ്ങളും ജനങ്ങളും ഒരേ മനസ്സോടുകൂടി നിൽക്കുന്നത് കർണാടക സർക്കാരിന് ഒരു ബുദ്ധിമുട്ടായി മാറി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എങ്കിൽ പോലും പിന്നീട് അവർ തിരച്ചിൽ വളരെ സജീവമാക്കി. സൈന്യം, വിവിധ രക്ഷാസേനകൾ ഒക്കെ തന്നെ ഈ തിരച്ചിൽ പ്രവർത്തനങ്ങളിൽ സജീവമായി വന്നു. നമുക്കറിയാം, സൈന്യത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത ജനറൽ ഇന്ദ്രബാലൻ അടക്കമുള്ളവർ ആദ്യഘട്ടത്തിലെത്തുന്ന അത്യാധുനിക റഡാർ സംവിധാനങ്ങളടക്കം തിരച്ചിലിന് കൊണ്ടുവരുന്നു. അങ്ങനെ തിരച്ചിലിൻ്റെ എല്ലാ ഘട്ടവും നമ്മൾക്ക് നോക്കാൻ കഴിഞ്ഞു, തിരച്ചിൽ നടത്താൻ കഴിഞ്ഞു. പക്ഷേ അർജുനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല, അർജുൻ്റെ ലോറി കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്നിപ്പോൾ ആ ലോറി ഗംഗാവലി പുഴയുടെ അടിത്തട്ടിൽ നിന്ന് പൊക്കിയെടുത്തിരിക്കുന്നു. സിജു, ഷമി, ജൂലൈ 16-ാം തീയതിയാണ് ഇവിടെ അപകടം ഉണ്ടാകുന്നത്. ആ അപകടം രാവിലെ 8:30 ആ സമയത്ത് അർജുൻ്റെ വാഹനം ഇവിടെ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു ടാങ്കർ ലോറിയും മറ്റു ചെറിയ വാഹനങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. രാവിലെ 8:30 കൂടിയുണ്ടായ അപകടത്തിലാണ് ഈ പുഴയിലേക്ക് വാഹനം മണ്ണിടിച്ചിലിനൊപ്പം തന്നെ ഒഴുകി പോകുന്നത്. ഈ ഷമി സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ അറിയുന്നത്, കേരളം അറിയുന്നത്, ആ അപകടത്തെക്കുറിച്ച് അറിയുന്നത് 3 ദിവസങ്ങൾക്ക് ശേഷം 4-ാം ദിവസം രാവിലെ പുലരുമ്പോഴാണ് കേരളത്തിൽ ഇങ്ങനെയൊരു അപകടം നടന്നതായി പോലും അറിയുന്നത്. അത്രത്തോളം പ്രശ്നങ്ങൾ ആദ്യഘട്ടത്തിൽ രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. പിന്നീട് വളരെ ചടുലമായ രീതിയിലുള്ള, വളരെ കാര്യക്ഷമമായ കേരള സർക്കാരിൻ്റെ ഇടപെടലാണ് നമ്മൾ കണ്ടത്. നേരിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം പലതവണ സിദ്ധരാമയ്യയുമായി സംസാരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. മന്ത്രിമാരെ നേരിട്ട് ഷിരൂരിലേക്ക് എത്തിക്കുന്നു. ജനപ്രതിനിധികളെ ഓരോ ഘട്ടത്തിലും പല മണ്ഡലങ്ങളിൽ നിന്നുള്ള ജനപ്രതിനിധികളെ ഇവിടെ എത്തിച്ചുകൊണ്ടാണ് ഒരു ഇടപെടൽ നടത്തിയത്. ഈ 4-ാം ദിവസം കേരളത്തിലെ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ കേരളത്തിലെ സർക്കാരും എല്ലാം തന്നെ വളരെയധികം വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്തിയതിന് പിന്നാലെയാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് ഒരു വേഗം കൈവന്നത്. എങ്കിലും പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നെങ്കിലും ആശയക്കുഴപ്പങ്ങളും ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ഈ രക്ഷാദൗത്യം പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയി. 3-ാം ഘട്ടത്തിലാണിപ്പോൾ അർജുൻ ഓടിച്ചിരുന്ന വാഹനത്തെക്കുറിച്ചും അതിനകത്തുണ്ടായിരുന്ന അർജുൻ്റെ മൃതദേഹവും ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ 2-ാം ഘട്ട ദൗത്യം അവസാനിപ്പിച്ചത് ഓഗസ്റ്റ് 16-ാം തീയതിയാണ്. ഇതിനിടയിൽ സൈന്യത്തിൻ്റെ സേവനം, NDRFിൻ്റെ സേവനം, അതോടൊപ്പം തന്നെ SDRFിൻ്റെ സേവനം, കരസേനയുടെ സേവനം, അങ്ങനെ പല ഘട്ടത്തിലൂടെ രക്ഷാദൗത്യം കടന്നുപോയി. 2 ഘട്ടങ്ങളിലായി തെരച്ചിൽ നടത്തിയിട്ടും അർജുനെക്കുറിച്ചോ അർജുൻ്റെ വാഹനത്തെക്കുറിച്ചുള്ള ഒരു വിവരവും ലഭിച്ചിരുന്നില്ല. അർജുനോടൊപ്പം കർണാടക സ്വദേശികളായ ജഗന്നാഥൻ, ലോകേഷ് എന്നിവരെ കൂടി കാണാതായിരുന്നു. 3 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിലായിരുന്നു പിന്നീട് നടന്നത്. ആ തെരച്ചിലിൽ ഓഗസ്റ്റ് 16-ന് തെരച്ചിൽ അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞിരുന്നത് വേഗത്തിൽ ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ എത്തിച്ചുകൊണ്ടുള്ള തെരച്ചിൽ ആരംഭിക്കുമെന്നാണ്. പക്ഷേ അതിലും പിന്നീട് കാലതാമസം വന്നു. 1 മാസവും 4 ദിവസവും പിന്നിടുമ്പോഴാണ് ഡ്രഡ്ജർ ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞത്. ഡ്രഡ്ജർ എത്തിച്ച് കഴിഞ്ഞ 5 ദിവസമായി തുടർച്ചയായി പരിശോധന നടത്തുന്നു. നേരത്തെ ഐബോർഡ് ഡ്രോൺ സംവിധാനം വഴി റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അടയാളപ്പെടുത്തിയ 5 പോയിന്റുകളിൽ പരിശോധന നടത്തുകയായിരുന്നു. അതോടൊപ്പം തന്നെ നാവികസേനയും ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയുടെ ഭാഗമായി അടയാളപ്പെടുത്തിയ പ്രദേശങ്ങളെല്ലാം തന്നെ അരിച്ചു പിറക്കുകയായിരുന്നു. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും ഈ കഴിഞ്ഞ 4 ദിവസത്തിലെ ഒരു ഘട്ടത്തിൽ പോലും ഈ അർജുനെക്കുറിച്ചോ വാഹനത്തെക്കുറിച്ചോ ഒരു വിവരം ലഭിച്ചിരുന്നില്ല. ആ ഘട്ടത്തിലെല്ലാം തന്നെ ലോറി ഉടമയായ മനാഫ് ഉൾപ്പെടെ പറഞ്ഞിരുന്നത് വാഹനം തകർന്നിട്ടില്ല, വാഹനം ഈ ഗംഗാവാലി പുഴയുടെ ആഴങ്ങളിൽ എവിടെയോ ഉണ്ട്, അതെനിക്കുറപ്പാണ് എന്നാണ് മനാഫ് പറഞ്ഞത്. മനാഫും തുടർച്ചയായി നടത്തിയ ഇടപെടലുകൾ കേരള സർക്കാരിലെ കണ്ട് അതോടൊപ്പം തന്നെ അർജുൻ്റെ കുടുംബം, സഹോദരി ഭർത്താവ് ജിതിൻ ഉൾപ്പെടെയുള്ളവർ നടത്തിയ വലിയ
ഇടപെടലിൻ്റെ ഭാഗമായാണ് രക്ഷാദൗത്യം 71 ദിവസത്തിലേക്ക് നീണ്ടത്. 3 ഘട്ടമായി പരിശോധന നടത്തുന്നതായി കണ്ടത്. കേരളം ഒന്നടങ്കം തന്നെ ഈ ദൗത്യത്തിൻ്റെ ഭാഗമായി കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവരും കേരള സർക്കാരിനൊപ്പം തന്നെ നിലയുറപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കേരളത്തിലെ ജനങ്ങളെല്ലാവരും ഒന്നടങ്കം ചോദിച്ചത് അർജുൻ എവിടെയെന്നാണ്. അർജുൻ എന്ന് പറയുന്ന കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി കേരളത്തിലെ ഓരോ കുടുംബത്തിലെയും സ്വന്തം അനിയനെ പോലെ, സഹോദരനെ പോലെ, അങ്ങനെ ആരൊക്കെയോ പോലെ അവർക്ക് അനുഭവപ്പെടുകയും അവർ അർജുന് വേണ്ടി നിരന്തരം സംസാരിക്കുകയും ചെയ്തു. ഓരോ ഘട്ടത്തിലും ഇവരെല്ലാം തന്നെ ചോദിച്ച ചോദ്യം അർജുൻ എവിടെയെന്നാണ്. ആ ചോദ്യത്തിനുള്ള ഒരു ഉത്തരമാണ് 71 ദിവസം ഇവിടെ പിന്നിടുമ്പോൾ അതിനാണ് ഒരു ഉത്തരമായിരിക്കുന്നത്. അർജുൻ്റെ വാഹനം കണ്ടെത്തിയിരിക്കുന്നു. വളരെ ദുഃഖകരമായ ഒരു നിമിഷം, വളരെ വിഷമകരമായ ഒരു നിമിഷം. ഏറ്റവും ആദ്യഘട്ടത്തിൽ ഈ രക്ഷാദൗത്യം നടക്കുമ്പോൾ അർജുനെ ജീവനോടെ കണ്ടെത്താൻ കഴിയുമോ എന്നാണ് എല്ലാവരും ആഗ്രഹിച്ചിരുന്നത്. പിന്നീട് ദിവസങ്ങൾ കഴിയുന്തോടും പ്രതീക്ഷകളെല്ലാം തന്നെ മങ്ങിപ്പോകുന്നത് നമ്മൾ കണ്ടതാണ്. പിന്നീട് അർജുൻ എന്ത് സംഭവിച്ചു എന്നറിയണമെന്നൊരാവശ്യമാണ് എല്ലാവരും മുന്നോട്ട് വെച്ചത്. ഏറ്റവും ഒടുവിൽ കുടുംബം തന്നെ ഈ ദുരന്തം ഉൾക്കൊണ്ടുകൊണ്ട് അവർ പറഞ്ഞത് അർജുൻ എന്ത് സംഭവിച്ചു എന്നറിയണം എന്നായിരുന്നു അവർ ആഗ്രഹിച്ചിരുന്നത്. ആ ആഗ്രഹത്തിൻ്റെ ഭാഗമായി തുടർച്ചയായി ഇവിടെ നിന്നുകൊണ്ട് ലോറി ഉടമ മനാഫിൻ്റെ നേതൃത്വത്തിൽ, അതോടൊപ്പം തന്നെ അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിൻ, എല്ലാവരും തന്നെ വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് നാട്ടിലേക്ക് മടങ്ങിയെത്തിയത്. മറ്റെല്ലാ ദിവസങ്ങളിലും അതിരാവിലെ മുതൽ ഇവിടെ എത്തി രാത്രി നീളുന്നത് വരെയുള്ള പരിശോധനകളുടെ എല്ലാം ഭാഗമായി ഇവിടെ ഈ ഗംഗാവാലി പുഴക്കരയിൽ ദേശീയപാതയോരത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ എല്ലാവരും അത് കണ്ടതാണ്. അങ്ങനെ തുടർച്ചയായി നടത്തിയ ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ വാഹനം കണ്ടെത്താനും അർജുനെ കണ്ടെത്താനും കഴിഞ്ഞിരിക്കുന്നത്. അർജുൻ എന്നത് മലയാളികളുടെ ഒരു വലിയൊരു ദുഃഖമായി, ഒരു നീറ്റലായി, ഒരു വേദനയായി ഈ നിമിഷം നമുക്ക് അനുഭവപ്പെടുന്നത് കാണാം. എല്ലാ മനുഷ്യരും വലിയ ദുഃഖത്തോടു കൂടിയാണ് ഈ വേദനിപ്പിക്കുന്ന നിമിഷത്തെ കാണുന്നത്. ആദ്യഘട്ടത്തിൽ ജീവനോടെ അർജുൻ എന്നെങ്കിലും തിരിച്ചെത്തുമെന്ന് പ്രാർത്ഥിച്ച അമ്മമാരും സഹോദരിമാരും, അങ്ങനെ ആഗ്രഹിച്ച അമ്മമാരും സഹോദരിമാരും എല്ലാവരും ഉണ്ട്. അങ്ങനെ ഓരോരുത്തരും ഓരോ കുടുംബത്തിലും അർജുനെ തിരിച്ചു കിട്ടണമേ എന്ന് ആഗ്രഹിച്ച ഒരു നിമിഷങ്ങളുണ്ട്. പക്ഷേ പിന്നീട് ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തിയിൽ, ഈ അപകടത്തിൽ അർജുൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് ബോധ്യപ്പെട്ടപ്പോഴും അർജുനെ കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു ഇടപെടൽ ഉണ്ടാകണം. അർജുൻ എവിടെ എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമുണ്ടാകണം. അർജുൻ എന്ത് സംഭവിച്ചു എന്നറിയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ ദിവസങ്ങളിലെല്ലാം തന്നെ തുടർച്ചയായി ഈ രക്ഷാദൗത്യം മുന്നോട്ട് പോകുന്നതിന്, ഈ തെരച്ചിൽ മുന്നോട്ട് പോകുന്നതിന് കാരണമായത്. ഇപ്പോൾ 71 ദിവസം അർജുൻ്റെ വാഹനം ഗംഗാവാലി പുഴയിൽ നിന്ന് കണ്ടെടുക്കുന്നു.